ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ തമ്പനിയിൽ കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ബ്രെഡ് ടോസ്റ്റ് ആണ്. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മസാല ബ്രെഡ് ടോസ്റ്റിൻ്റെ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 മീഡിയം സൈസ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില എപ്പോഴും സൂക്ഷിച്ച് മാത്രം ചേർക്കാം. കൂടുതലുണ്ടെങ്കിൽ ഒരു കുത്തൽ വരും, അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് മാത്രം ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ കറക്റ്റ് പേസ്റ്റായിട്ട് തന്നെ കിട്ടണം കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കോഴിമുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മതി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് തൂവിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററൊന്നും വെച്ചിട്ട് ബീറ്റ് ചെയ്യണമെന്നില്ല, നമ്മുടെ ഏതെങ്കിലും സ്പൂൺ വെച്ചിട്ടാണെങ്കിലും ഒട്ടും കട്ടയില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല പേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മുടെ കറക്റ്റ് മസാല നമ്മൾ റെഡിയാക്കി ഒട്ടും കട്ടയില്ലാതെ വെക്കണം. അപ്പോൾ ഇവിടെ മസാല നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ബ്രെഡ് എടുക്കുക, ആൻഡ് ഇതിലേക്ക് ഡിപ്പ് ചെയ്യുക. നന്നായിട്ട് 2 സൈഡും മുക്കിയതിന് ശേഷം ഒരു ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഒഴിക്കണമെന്നില്ല, നല്ല ഫ്രൈ പാനൊക്കെ ആണെങ്കിൽ ഓയിൽ ഒഴിക്കണമെന്നില്ല. നമ്മൾ മസാലയിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മസാലയിൽ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഇത് ബ്രെഡ് അങ്ങനെ അലുത്ത് പോകരുത്. നന്നായിട്ട് 2 സൈഡും കൂടി മിക്സ് ചെയ്തിട്ട് 2 സൈഡും മാറ്റി നമ്മൾ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വെക്കാനായിട്ട്. ഓരോ സൈഡും ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെന്തോന്ന് നോക്കിയിട്ട് വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ. ഏകദേശം ഞാനിപ്പോൾ മറിച്ചപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇത് കുഴപ്പമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഹറിബറിയായിട്ടൊക്കെ വർക്കിനാണെങ്കിലും ക്ലാസ്സിൽ പോകുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് മസാല ബ്രെഡ് ടോസ്റ്റിൻ്റെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.